സംസ്ഥാനത്ത് ഇന്നു മുതൽ ഹൈസ്കൂൾ പ്രവർത്തന സമയത്തിൽ മാറ്റം. അത് പ്രാബല്യത്തിലാവുകയാണ്. ക്ലാസുകൾ 9:45 ആരംഭിച്ചു. 4:15 വരെയാണ് ക്ലാസ് സമയം. 11 ജില്ലകളിൽ അവധിയാണ്. അപ്പോൾ അല്ലാത്ത ജില്ലകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ അരമണിക്കൂർ അധിക സമയം ക്ലാസ് ഉണ്ടാകുമെന്ന് പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരും തിരുവനന്തപുരം മണക്കാട് നിന്നാണ്. ഉമേഷ്, അപ്പോൾ ഈ സ്കൂൾ സമയമാറ്റത്തിൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, സംസ്ഥയുടെ ഒക്കെ ചില എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നീക്കവുമായി മുന്നോട്ടേക്ക് തന്നെയാണ് സർക്കാർ, അല്ലേ? ഗുഡ് മോർണിംഗ് ആഷ്മി, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും നിലവിൽ സർക്കാർ ആ തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ്. കാരണം ഇത് സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്ന ന്യായീകരണം. ചില എതിർപ്പുകൾ സംസ്ഥയടക്കം മുഖ്യമന്ത്രി വേദിയിലിരുത്തി എതിർപ്പുകൾ അറിയിച്ചെങ്കിലും അതിൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് ചില ഹൈക്കോടതി അടക്കം നിലവിൽ ഔദ്യോഗികമായി പരാതികളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് പുനഃപരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ് ഇപ്പോൾ സമയക്രമീകരണം ഈ രീതിയിൽ മാറ്റിയിരിക്കുന്നത്. എന്തായാലും 9:45, അതായത് 9:45 ഇപ്പോൾ ക്ലാസുകൾ തുടങ്ങണം. അതാണ് ഏറ്റവും സുപ്രധാനം. ഈ ഹൈസ്കൂളാണ് 8, 9, 10 ക്ലാസുകൾക്കാണ് ഈ പുതിയ സമയക്രമം. 9:45 ക്ലാസുകൾ തുടങ്ങും. 4:15 ക്ലാസുകൾ അവസാനിക്കുക. നേരത്തെ 7 പീരീഡാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഓരോ ദിവസവും 8 പീരീഡായി ഉയർത്തിയിട്ടുണ്ട്. അതുകൂടാതെ വെള്ളിയാഴ്ച ഈ സമയക്രമം പാലിക്കേണ്ടതില്ല. സമയക്രമത്തിൽ പഴയതുപോലെ 10 മണി മുതൽ 4 മണി വരെ എന്ന രീതിയിൽ തന്നെയായിരിക്കും. അതേസമയം ശനിയാഴ്ചകൾ 6 ശനിയാഴ്ചകൾ ഈ അക്കാദമിക് വർഷം ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ടാകും. ഈ രീതിയിലുള്ള ക്രമീകരണമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ക്ലാസ് സമയത്തിനും, അതായത് പീരീഡിൽ ചില വ്യത്യാസങ്ങളുമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല. 9:45 ക്ലാസുകൾ ആരംഭിച്ചാൽ ആദ്യ പീരീഡ് 10:30 വരെയാണ്. 10:30 ആരംഭിക്കുന്ന ക്ലാസ് 11:15 വരെ ക്ലാസുകൾ നീണ്ടു നിൽക്കും. അതിനുശേഷം 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം 11:25 മൂന്നാമത്തെ പീരീഡ് ആരംഭിക്കും. അത് 12:05 മൂന്നാമത്തെ പീരീഡ് അവസാനിക്കും. അതായത് ഏകദേശം മൂന്നാമത്തെ പീരീഡ് ഏകദേശം 40 മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം 1 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം 1:45 അഞ്ചാമത്തെ പീരീഡ് ആരംഭിക്കുന്നത്. 2:25 ആറാമത്തെ പീരീഡും 3:10 ഏഴാമത്തെ പീരീഡും 3:45 എട്ടാമത്തെ പീരീഡും എന്ന രീതിയിലാണ് ഈ പീരീഡും ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാദേശികമായി ചില ക്രമീകരണങ്ങൾ വേണമെങ്കിൽ സ്കൂളുകൾക്ക് ഒരുക്കാം. കാരണം ഈ സമയം, ഇത്രയും സമയം, അതായത് കൃത്യമായി ഒരു ഏകദേശം ഈ പറഞ്ഞ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ അരമണിക്കൂർ നേരത്തെയോ അല്ലെങ്കിൽ താമസിച്ചോ പ്രാദേശികമായ ക്രമീകരണങ്ങൾ നടത്താം. അത്തരത്തിൽ നടത്തുകയാണെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കണമെന്ന് മാത്രം. എന്തായാലും അരമണിക്കൂർ വർദ്ധിപ്പിച്ച സമയക്രമീകരണം അങ്ങനെ ഇന്നു മുതൽ പ്രാബല്യത്തിലായിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശം സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അത് ഇന്നു മുതൽ ക്ലാസ്സുകളിൽ നടപ്പായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഉള്ളത് മണക്കാട് ഗേൾസ് സ്കൂളിലാണ്. ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ക്ലാസ്സുകളുടെ ഈ സമയമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുട്ടികൾ എത്തുന്ന സമയമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിലെ പ്രശ്നം ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 1100 മണിക്കൂർ കുട്ടികൾക്ക് ഹൈസ്കൂൾ പഠന സമയം വേണം. ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി എത്രയോ മണിക്കൂറിൻ്റെ എത്രയോ പഠന ദിവസങ്ങളുടെ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഈ സമയമാറ്റം. ആ സമയമാറ്റത്തിലൊരു മാറ്റം വേണമെങ്കിൽ ഇനി ഹൈക്കോടതിയിൽ ഇടപെടൽ വേണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ അധ്യാപക സംഘടന ഒക്കെ അതിൽ എതിർപ്പൊക്കെ അറിയിക്കുന്നുണ്ട്. സമസ്ത പോലെയുള്ള സംഘടനകൾ എതിർപ്പുമുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ചർച്ചയും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക.